ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ചില മനുഷ്യരെ കുറിച്ച് പറഞ്ഞ് കേൾക്കാറുണ്ട്, ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. എന്നാൽ ദേഷ്യം വന്നാലോ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ എന്തൊക്കെയാ പറയുക, എന്തൊക്കെയാ ചെയ്യുക എന്ന് സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും അറിയില്ല. എന്തുകൊണ്ടാണ് മനുഷ്യര് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ മാറിപ്പോകുന്നത്? ഇതിന് കാരണം ദേഷ്യം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു സംയുക്തമായ ഡിഫൻസ് മെക്കാനിസമാണ്, ഒരു പ്രതിരോധ സംവിധാനം. ദേഷ്യത്തിന് മുമ്പേ ആദ്യം സഞ്ചരിക്കുന്നത് ഒരു ട്രിഗറാണ്, ദേഷ്യത്തെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സംഭവം. അത് ഒരാൾ അപമാനിക്കപ്പെട്ടതാകാം, പരിഹസിക്കപ്പെട്ടതാകാം, ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടതാകാം, അയാൾക്കൊരു നഷ്ടം സംഭവിച്ചതാകാം, ഒരു തോൽവി സംഭവിച്ചതാകാം, അങ്ങനെ എന്തുമാകാം. എന്തായാലും അത് സംഭവിച്ചാൽ ഉടനെ ശരീരത്തിലും മനസ്സിലും ഒരു അപായ സിഗ്നൽ മുഴങ്ങുകയാണ്. യജമാനൻ ആക്രമിക്കപ്പെട്ടു, യുദ്ധസന്നദ്ധരാകുക. ഉടനെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും യുദ്ധസന്നദ്ധരാവുകയാണ്. മാത്രമല്ല, തലച്ചോറിൻ്റെ പ്രത്യേക ആജ്ഞ അനുസരിച്ച് ശരീരത്തിൽ എവിടെയൊക്കെ അധിക രക്തമുണ്ടോ അത് മുഴുവനും മുഖത്തേക്ക് പമ്പ് ചെയ്യണം. അങ്ങനെയാണ് ദേഷ്യം വരുന്ന സമയത്ത് മുഖമൊക്കെ ചുവന്ന് തുടുക്കുന്നത്, മൂക്ക് വിറയ്ക്കുന്നത്, പല്ല് കടിക്കുന്നത്, അങ്ങനെയല്ല. ഈ സിഗ്നല് പോയതിനു ശേഷം പിന്നെ സംഭവിക്കുന്നത് യജമാനനെ, അതായത് മനസ്സിനെ ഏറ്റവും സുരക്ഷിതമായ ഒരു ബങ്കറിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. ആ ബങ്കറിലേക്ക് കയറ്റുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഈ ദേഷ്യം എന്ന് പറയുന്നത്. കാരണം അപ്പോൾ ശരീരം കൊടുക്കുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ മനസ്സ് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതാണ്: ഞാൻ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്, ആരും എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞാണ് ഈ ബങ്കറിലേക്ക് പോകുന്നത്. എങ്കിലും